ഈ വെള്ളയപ്പം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? പക്ഷെ അത് കൂട്ടുന്ന കറിയും നന്നായിരിക്കണം കേട്ടോ. ഞാൻ അങ്ങനെ നല്ല കറി ഉണ്ടെങ്കിലൊക്കെ കഴിക്കുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇന്ന് ഇഷ്ടമുണ്ടാക്കി. ക്യാരറ്റും പൊട്ടറ്റും ഇതുണ്ടോ, നല്ല ടേസ്റ്റാണ് അത് രണ്ടും കൂടെ കഴിക്കാൻ. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടി ഒന്ന് പറയാം. വെള്ളയപ്പം ഞാനൊരു റിക്വസ്റ്റ് പ്രകാരമാണ് ഇന്നത്തെ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഞാനിപ്പോൾ നല്ല ഇനം പച്ചരി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ 1 കപ്പ് പച്ചരി. ഈ 1 കപ്പ് പച്ചരിക്ക് ഞാൻ 1/2 കപ്പ് അവിൽ. ആ അവിൽ തിൻ അവിലല്ല, മീഡിയം സൈസുള്ള അവിലാണ്. അതിനത് 1/2 കപ്പ് അങ്ങനത്തെ അവിലെടുക്കും. അപ്പോൾ നമുക്ക് ആദ്യം അരി എടുത്ത് കഴുകുമ്പോൾ ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്ത്. ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെയുള്ളൊരു പാത്രത്തിൽ അതിനെ കുതിരാൻ വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് ഇടുകയാണ്. കൂടെ തന്നെ അവിൽ വേറെ ഒരു പാത്രത്തിൽ, അതിൻ്റെ കൂടെ ഇടാറില്ല, വേറെ ഒരു പാത്രത്തിൽ അതിൻ്റെ ഒപ്പം തന്നെ കുതിരാൻ വെച്ചിട്ട് ഇനി രണ്ടും കൂടിയാണ് ഞാൻ പിന്നീട് അരയ്ക്കുക. ഇപ്പോൾ ഈ കുതിർത്ത അരിയെ ഞാൻ അരയ്ക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ അരി മുഴുവനും ഊറ്റിയിട്ടിടുകയാണ് കേട്ടോ. ഞാൻ ഈ വെള്ളത്തിലിട്ട അരി കുറച്ചുകൂടി ഇടുന്നില്ല. ഞാൻ ഇതിനെ മുഴുവനും ഈ 1 കപ്പ് അരി അങ്ങനെ ഞാൻ ഇതങ്ങനെ ഇങ്ങനെ ഇട്ടു. എന്നിട്ട് ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കില്ല. ഈ 1/2 കപ്പ് അവിൽ അതും കുതിർത്തിയത് ഇങ്ങനെ ഇടുക. ഇതിൽ ലേശം വെള്ളമുണ്ട്, അതിനെ ഞാൻ ഇടുന്നില്ല. നോക്കോളൂ, ഇതും കൂടി ഇട്ടിട്ട് ഈ വെള്ളത്തിലിട്ട വെള്ളമാണത്, അതും കൊടുത്തിട്ട് ഇപ്പോൾ തേങ്ങാ വെള്ളം, ഇത് 1 കപ്പ് 1 തേങ്ങയുടെ വെള്ളമാണ് കേട്ടോ. 1 തേങ്ങയുടെ വെള്ളം ഇതിലൊരു 1/2 കപ്പുണ്ട്. അത് ഞാൻ ഇന്നലെ രാവിലെ ഉടച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ അത് പുളിച്ചു, അതുകൊണ്ടാണ് ഈ കളറ്. എന്നിട്ട് ഈ അവിലും അരടിയും കൂടെ ഞാൻ ഇതിനെ കൂടി ഒഴിക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര. ഇപ്പോൾ ഞാനിതിലേക്ക് ഇതങ്ങനെ 2 ടീസ്പൂണാണിത് കേട്ടോ. ഇങ്ങനെ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. ഉപ്പ് ഇപ്പം ചേർക്കില്ല, ഇനി തേങ്ങ ചേർക്കാനുണ്ട്. ഇതൊന്ന് അരഞ്ഞ ശേഷം തേങ്ങ ചേർക്കും. ഇതിലേക്കിപ്പോൾ ഞാൻ ഒരു 3/4 കപ്പ് തേങ്ങ, 3/4ൻ്റെയും 1ൻ്റെ ഇടയിൽ കേട്ടോ, കുറച്ച് കൂടുതലായതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. ഇപ്പോൾ ഈ മാവ് അരച്ചത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. കണ്ടോളൂ, നന്നായി അരഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, വെച്ചാൽ ഒരുപാടങ്ങനെ അരയണം, നന്നായി അരയണം. എന്നിട്ട് ഇതിനെങ്ങനെ തുടച്ചിങ്ങനെ ആക്കിയിട്ട് ഇപ്പോൾ നോക്കിക്കോളൂ, മാവ് നന്നായി അരഞ്ഞു. ഞാൻ കൈ കൊണ്ടൊന്ന് ഞാൻ ഇളക്കുകയാണ്. ഇവിടെ തണുപ്പായ കാരണം അത് നാളെ നല്ലോണം പുളിച്ചൊന്ന് പൊന്തണം. ഭയങ്കര തണുപ്പല്ലേ ഇവിടെ. അപ്പോൾ ഞാനിതിനെ ഇങ്ങനെ ഇപ്പോൾ കൈ കൊണ്ടൊക്കെ ഒന്നിങ്ങനെ നന്നായി ഇളക്കി. ഉപ്പ് ഇപ്പിടില്ല, പഞ്ചസാര 2 ടീസ്പൂൺ ഇട്ട് അരച്ചു, തേങ്ങ ഇട്ടു. ഇനി ഇതിനെ ഞാൻ അരച്ച് വെക്കണത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ മൂടി. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇത് അടയ്ക്കാറില്ല. എപ്പോഴും വെള്ളയപ്പത്തിന് അരച്ച് നമ്മൾ വെക്കുമ്പോൾ കംപ്ലീറ്റായിട്ട് അങ്ങനെ കവർ ചെയ്ത് വെക്കാൻ പാടില്ല. അവിടെ അത് ശരിക്കും ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കും, ഇത്രയായിട്ട് ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഒരു ലേശം ഗ്യാപ്പ് കൊടുക്കണം, എന്നാലേ കാറ്റ് കയറിയിട്ട് വേണം അത് ഒന്ന് പൊന്തി വരാൻ. ഇങ്ങനെ വയ്ക്കും. കണ്ടോളൂ, ഇങ്ങനെ വയ്ക്കാറുണ്ട്. മുഴുവൻ അടക്കില്ല. ഞാനിതിനിപ്പോൾ എൻ്റെ ഓവൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കാൻ പോവാണ്. ഇപ്പോൾ രാത്രി ഞാൻ അരച്ച് വെച്ച് മാവ് ഇപ്പോൾ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായി ഒന്ന് ഇളക്കി. ഇപ്പം മാവ് നല്ല പോലെ പുളിച്ചിട്ടുണ്ട്, പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണത്. ഉപ്പ് പാകത്തിന് ആഡ് ചെയ്തിട്ട് കണ്ടോളൂ. ഇനി ഞാനിതൊന്ന് നാവിൽ തൊട്ട് നോക്കും, ഇതിൻ്റെ മധുരം മതിയോ
ഉപ്പ് മതി. മധുരം 2 ടീസ്പൂൺ ഇട്ടിട്ട് അരച്ചത്. ഉപ്പ് മതി, ഒന്നും കൂടി ഉപ്പ് ലേശം കൂടി ആവാം. ഇപ്പം എൻ്റെ വെള്ളയപ്പത്തിൻ്റെ മാവ് റെഡിയായി. ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ മാവ് ഇതാ ഒഴിക്കുകയാണ്. അങ്ങനെ ചെറിയ 2 കയ്യിലാണ് എൻ്റെ ഒഴിക്കുന്നത്. ഇനിയിപ്പോൾ അതിനെ ഞാനൊന്ന് ഇതാ ഇങ്ങനെ ചുറ്റും. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് അടച്ച് വെക്കണം. ഇപ്പോൾ ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതാ അത് തുറന്നു നോക്കിക്കോളൂ. അടിപൊളി വെള്ളയപ്പമാണ്, അത് കണ്ടോളൂ. ഇതാ ഇനി അടുത്തതും കൂടെ 2 എണ്ണം കൂടെ ഒഴിച്ച് കാണിക്കാം. ഈ കല്ല് എപ്പോഴും ഇല്ലേ ഒരുപാട് ചൂടാവാൻ പാടില്ല. ചൂടായ മാവ് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിളയ്ക്കും. അപ്പോൾ നമ്മളത് കല്ല് ചൂടായിരിക്കുകയാണെങ്കിൽ അതിനൊന്ന് പൊന്തിച്ച് വയ്ക്കുക. ചില ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓരോ മാതിരിയായിരിക്കും. എൻ്റെ ഇത് വലിയൊരു ഫ്ലെയിമാണ്. അപ്പോൾ അടുത്തത് നമ്മളിപ്പോൾ സിമ്മിൽ വെച്ചു വെച്ചാലും സിമ്മിൽ തന്നെ ആവാൻ അത് നല്ല പണിയുണ്ട്. അപ്പം ഞാനിതപ്പോൾ തന്നെ ഒഴിക്കുകയാണ്. നോക്കോളൂ. രണ്ടാമത്തത് വെച്ചു. ഇപ്പോൾ ഇതാ രണ്ടാമത്തതും തുറന്നു. ഞാൻ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്യണം. ഞാൻ 1 കപ്പ് അരി, പച്ചരി, നല്ല അരി ആയിരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, അരിയുടെ ഗുണവും കൂടി വെള്ളയപ്പത്തിൽ വരും. 1 കപ്പ് അരി, 1/2 കപ്പ് അവിൽ, 1/4 കപ്പ് തേങ്ങ, ഇതാണ് ഇട്ടിരിക്കണത്. അരയ്ക്കുമ്പോൾ ഞാൻ പഞ്ചസാര 2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എന്നെ ഉണ്ടാക്കി നോക്കൂ, വളരെ കറക്റ്റായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ 1/2 കപ്പ് അരിയാണ് ഇടണമെന്ന് വെച്ചാൽ 1/4 കപ്പ് അവിലിട്ടോളൂ. തേങ്ങയും കുറച്ച് ജാസ്തി ഇടാം. ഞാനിപ്പോൾ 1 കപ്പിനാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായി വരും. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് അരച്ചിരിക്കണത്. എന്ന് കുറച്ച് ചൂടായുള്ളൊരു സ്ഥലത്ത് വെക്കണം. തണുപ്പാണെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും ക്ലൈമറ്റ് ഒരേമാതിരി ആയിരിക്കുന്നതുകൊണ്ട് അത് രാവിലെ എന്തായാലും അത് പൊങ്ങി വരും. ഓക്കെ. ചിലവർ ഇതിലേക്ക് സോഡാക്കാരൻ ചേർക്കാറുണ്ട്. അത് സോഫ്റ്റ് ആയില്ലെങ്കിലാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാ നോക്കോളൂ. ഇപ്പം എൻ്റെ 2 വെള്ളയപ്പം അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വെജിറ്റബിൾ സ്റ്റൂ ആണ്, കണ്ടോളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വെജിറ്റബിൾ സ്റ്റൂവിൽ പൊട്ടറ്റോ, ക്യാരറ്റ്, പീസ് ഇതാണ് ഇട്ടിരിക്കുന്നത്. ബീൻസും ചേർക്കുക. എൻ്റെ അടുത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ബീൻസ് ഇല്ലാതിരുന്നതുകൊണ്ട് കണ്ടോ പീസും വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കറി. ഇതിൻ്റെ കൂടെ മുട്ടക്കറി നന്നായിരിക്കും, കടലക്കറി നന്നായിരിക്കും. വളരെ നല്ലതാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കൂട്ടുകാരെ. എന്നിട്ട് ഇത് എന്നോട് ആരോ ഒന്ന് വെള്ളയപ്പം ഉണ്ടാക്കണമെന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചൊരു കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് മുമ്പ് ഇട്ടിട്ടുണ്ട് എന്ന് ഞാൻ ആലോചിക്കണം. എല്ലാവരും വന്നോളൂ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ, കഴിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ.